പീഡനത്തിനിരയായ യുവതിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഒപ്പം നിന്നതിന്റെ പേരിൽ നടപടി നേരിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീനിയർ നഴ്സിംഗ് ഓഫീസർ പി.ബി. അനിത തിരികെ ജോലിയിൽ പ്രവേശിച്ചു. സർക്കാർ ഇനി ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കില്ല എന്നാണ് കരുതുന്നതെന്ന് അനിത പറഞ്ഞു. സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി പിൻവലിക്കില്ല എന്നും അനിത വ്യക്തമാക്കി. രാവിലെ 10:30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻപാകെ പി.ബി. അനിത ജോലിക്ക് ഹാജരായത്. തുടർന്ന് സീനിയർ സൂപ്രണ്ടിന്റെ മുൻപാകെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഞായറാഴ്ചയിലെ അവധി ദിനം കണക്കിലെടുത്ത് ഓഫീസിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിലെ അതിജീവിതയെ പിന്തുണച്ചതിന്റെ പേരിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീനിയർ നഴ്സിംഗ് ഓഫീസറായ പി.ബി. അനിതയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കായിരുന്നു സ്ഥലം മാറ്റം. ഈ ശിക്ഷാ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് പി.ബി. അനിതയ്ക്ക് ലഭിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതിനൊടുവിലാണ് സർക്കാർ അനുകൂല ഉത്തരവിറക്കിയത്. സർക്കാർ നടപടിയിൽ സന്തോഷം പങ്കുവച്ച അനിത ഇനിയെങ്കിലും സർക്കാർ തന്നോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കില്ലെന്ന് വിശ്വസിക്കുന്നതായി പറഞ്ഞു. സർക്കാരിൻ്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷവുമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചതിൽ അതിജീവിതയും സന്തോഷം പങ്കുവച്ചു. എത്ര മൂടി വെച്ചിട്ടുണ്ടെങ്കിലും സത്യം ഒരു നാൾ പുറത്തു വരുന്നുള്ളതിന്റെ തെളിവാണിത്. അപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ അത് ഏറ്റവും വലിയ വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടല്ല, എനിക്ക് വേണ്ടി എന്നെ സഹായിച്ചവരെ സഹായിച്ചുകൊണ്ടാണ് മന്ത്രി ആ വാക്ക് പാലിക്കേണ്ടിയിരുന്നത്. തിരികെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും കോടതി വ്യവഹാരം ഇനിയും തുടരുന്നതിനാൽ പി.ബി. അനിതയുടെ ഇപ്പോഴത്തെ നിയമനം കോടതിയുടെ അന്തിമ ഉത്തരവിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.